എടി നിനക്ക് ഈ ഡാഗിനിക്കും കുട്ടൂസനും ഈ മായാവിയുടെ അടുത്ത് എന്താണ് ഇത്രക്ക് ദേഷ്യം വന്നത്? അല്ലെ എന്തിനാണ് അവരിങ്ങനെ അവനെ പിടിക്കാനായിട്ട് ഈ വെറി പിടിച്ച് നടക്കണെന്നുള്ളതിന്റെ ശരിക്കുമുള്ള ഒരു കാര്യം എന്താണെന്നറിയോ? ഇല്ല, എനിക്കറിയത്തില്ല. അത് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ആർക്കും അറിയാത്തൊരു സംഭവമാണ്. ഡാഗിനിയും കുട്ടൂസനും ഉണ്ടല്ല, ഈ മായാവി കുപ്പിക്കുള്ളിലായിരിക്കണ ഒരു സമയത്ത് ഇവര് രണ്ടുപേരെയും റെയ്ഡിന് പിടിച്ചിട്ടുണ്ട്. എന്ത് റൈഡ്? അതായത് ഇവര് തമ്മിൽ ചുറ്റിക്കളി ഉണ്ടായിരുന്നു. ഈ റെയ്ഡിൽ പോലീസ് പൊക്കാൻ വന്ന സമയത്ത് ഈ ഡാഗിനിയുടെ അടുത്തുനിന്ന് ഈ കുട്ടൂസൻ ഇറങ്ങി അങ്ങ് ഓടിയപ്പോഴത്തേക്ക് ഈ കുട്ടൂസന് കൊടുക്കാൻ തോണി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടിട്ട് ഈ ഡാഗിനിയുടെ ഒരു നീല നൈറ്റ് ഇട്ടിട്ടാണ് ഈ കുട്ടൂസൻ അവിടെ നിന്ന് ഇറങ്ങി ഓടിയത്. അപ്പൊ ഡാഗിനിക്ക് ചുവന്ന നൈറ്റ് ഉണ്ടല്ലോ. പോയി കഴിഞ്ഞിട്ട് ആളുകൾ പിടിച്ചു കഴിഞ്ഞാൽ ഡാഗിനിയുടെ നൈറ്റ് ഇട്ടിട്ടാണ് ഈ പോയെന്ന് പറഞ്ഞാൽ നാണക്കേടല്ലേ. അതുകൊണ്ട് കുട്ടൂസൻ അതിന് ശേഷം പറഞ്ഞിട്ടുമില്ല, അതങ്ങ് സ്ഥിരമാക്കി. കാരണം അത് മാറ്റിക്കഴിഞ്ഞാൽ ഡാഗിന്റെ അടുത്താണെങ്കിൽ ആകെ കൂടി ചുവന്ന നൈറ്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ അത് ചോദിച്ചു കഴിഞ്ഞാൽ ഡാഗിനിക്ക് ഇടാനൊന്നും ഉണ്ടാവത്തില്ല. അതുകൊണ്ട് കുട്ടൂസൻ അന്ന് ഇട്ടിട്ട് പോയ ആ സാധനം ഇതുവരെ ഊരാണ്ട ഇട്ടേക്കണത്. അത് ആക്ച്വലി അത് ഡാഗിനിയുടെ നൈറ്റിയാണ് ഇട്ടേക്കണത്. ഇതിന് സാക്ഷിയായിട്ട് ആ മുറിയിൽ ഉണ്ടായിരുന്നത് നമ്മുടെ മായാവിയാണ്. അപ്പൊ ഈ മായാവി കുപ്പിയുടെ ഉള്ളിൽ നിന്ന് രക്ഷപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഈ രാജുവിന്റെ അടുത്തും രാധയുടെ അടുത്തൊക്കെ ഈ അവിഹിത ബന്ധം പറഞ്ഞ് ഇവര് രണ്ടുപേരും നാറ്റിക്കും എന്നുള്ള പേടി ഇവർക്ക് രണ്ടുപേർക്കും ഉണ്ട്. മായാവി ആണെങ്കിൽ കുപ്പിന്ന് വന്നിട്ട് അവൻ നല്ലവനായതുകൊണ്ടിട്ടാണ് അവൻ ഇതുവരെ ഈ കാര്യം ആരുടെ അടുത്തും പറയാത്തത്. ഈ ലുട്ടാപ്പിക്ക് സംഭവം അറിയാം. ലുട്ടാപ്പിന് ഇവര് കുപ്പിയിലടക്കാണ്ട് വെച്ചേക്കണതിന്റെ കാര്യം എന്താ? ലുട്ടാപ്പി മായാവിനെ പോലെ അല്ല. കുപ്പിയിലടച്ചു കഴിഞ്ഞാലും അവൻ വായിക്ക് മറ്റേ ബ്രേക്ക് ഇല്ലാത്തവനായതുകൊണ്ട് ഈ കാര്യം എല്ലാവരുടെ അടുത്തും വിളിച്ച് പറയും. അതുകൊണ്ടിട്ടാണ് അവനെ കുപ്പിയിലാക്കാണ്ട് സ്വതന്ത്രനായിട്ട് അവിടെ വിട്ടേക്കണത്. പോരാത്തതിന് ഈ കുട്ടൂസൻ ഈ ഡാഗിനിനെ വെച്ചിട്ട് പാട്ടൊക്കെ പാടിയിട്ട് ഇവര് എന്നും ഡാൻസ് കളിക്കാറുണ്ട് ആ മരത്തിന്റെ. അതൊക്കെ കണ്ട് സഹിച്ചിട്ടാണ് ഈ മായാവി കുപ്പിയുടെ ഉള്ളിൽ അവിടെ ഇരുന്ന് വെച്ചത്. ഇപ്പൊ ഈ മായാവി കണ്ട കുട്ടൂസന്റെ ഡാൻസ് പാട്ട് ഞാൻ നിനക്കൊന്ന് പാടിത്തരാം. തള്ളേ തള്ളേ എന്റെ ഡാഗിനി തള്ളേ, വായിൽ 2 പല്ല് മാത്രമുള്ള തള്ളക്കിളിയെ. തള്ളേ തള്ളേ എന്റെ ഡാഗിനി തള്ളേ, ഇട്ട തുണി വീണ്ടും ഇടുന്നൊരു തള്ളക്കിളിയെ. മരത്തടിക്കുള്ളിൽ എന്റെ വീട്ടിനുള്ളിൽ എന്റെ കൂടെ ചേർന്ന് പെൻഷൻ വാങ്ങാൻ പാടി. പെൻഷൻ വന്ന പൈസക്ക് നമുക്ക് പോകാം ആ കുന്തത്തിലിരുന്ന്. തള്ളേ എന്റെ ഡാഗിനി തള്ളേ, പേടിപ്പിക്കും പോലെ ചിരിക്കുന്ന തള്ളക്കിളിയെ. തള്ളേ തള്ളേ എന്റെ ഡാഗിനി തള്ളേ, എന്റെ മരുഭൂമിയിൽ വന്നൊരു തള്ളച്ചെടിയെ. അപ്പൊ ഇതൊക്കെ പറഞ്ഞാലാന്നല്ല പുറത്തിറങ്ങി കുട്ടൂസനെയും ഡാഗിനിനെ നമ്മുടെ മായാവി എക്സ്പോസ് ചെയ്യുമെന്നുള്ള പേടി ഇവർക്ക് രണ്ടുപേർക്കും ഉണ്ട്. അതുകൊണ്ടിട്ടാണ് അവർ ഇവനെ പിടിക്കാൻ വേണ്ടി ഇത്ര വെറി പിടിച്ച് നടക്കണം. അപ്പൊ ഇതാണ് ശരിക്കുമുള്ള കാര്യം. അപ്പൊ ഇത് നീ എങ്ങനെ അറിഞ്ഞു? അത് ഞാൻ ഈ ഓം ക്രീം കുട്ടിച്ചാത്താന്ന് വിളിച്ചപ്പോഴത്തേക്കും മായാവി എന്റെ അടുത്തൊന്ന് പറഞ്ഞെന്ന കാര്യമാണ്. ആരുടെ അടുത്തും പറയരുതെന്നാ പറഞ്ഞു. പിന്നെ നിങ്ങളായതുകൊണ്ടിട്ട് ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ.